ഇനി കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിനൊപ്പം വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കോവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോനോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം എല്ലാതും. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ ഏതാണ്ടൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് മതി എന്നുള്ളവർക്ക് 2 സ്പൂണൊക്കെ മതിയാവും. 1/2 സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളൊരു ഐറ്റം കൂടിയാണ്. ഞാനിവിടെ കുറച്ചധികം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കില്ലേ തേങ്ങയൊക്കെ അരച്ചിട്ട്, അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒരു വെളുത്തുള്ളിയുടെ അല്ലി 2ആയിട്ട് നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഇതിനോടൊപ്പം തന്നെ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, വലുതാക്കി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ അധികം ഇങ്ങനെ വെന്ത് വരുമൊന്നും വേണ്ട. ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴന്ന് വരികയാണ് വേണ്ടത്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ അധികം ഒന്നും ചേർക്കാറില്ലല്ലോ. പിന്നെ നമ്മളൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനായിട്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ശരിക്കും മീൻ ഫ്രൈ ഒക്കെ വേണമെന്ന് നിർബന്ധമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ കോവയ്ക്ക കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. നോൺ വെജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ വഴന്ന് ഇതിൻ്റെ കളറ് മാറി വരണം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് എടുക്കുമ്പോഴേക്കും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. വെളുത്തുള്ളിയൊക്കെ കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ കുറച്ച് സമയം മതി കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയ ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഈ കർക്കിടക മാസത്തിലൊക്കെ ഒട്ടും തന്നെ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കർക്കിടക കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതല്ലാതെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിലധികം തേങ്ങ മസാലകളൊന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. പക്ഷെ സാധാരണ തോരൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊണ്ടാട്ടമൊക്കെ കഴിക്കില്ലേ, അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ കോവയ്ക്കൊക്കെ കുറച്ചധികം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കോവയ്ക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.